നമുക്ക് വെളിപാട് 18ന്റെ 4ഉം 5ഉം വായിക്കാം. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു. എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടി അകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. ഇതോടൊപ്പം ജെറമിയ 51:6ഉം ജെറമിയ 51:9 വായിക്കാം. ബാബിലോണിൽ നിന്ന് ഓടി അകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ. അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം കീപ് സ്പിരിച്വൽ ഡിസ്റ്റൻസ്. ആത്മീയമായിട്ട് വളരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ലോകം നടക്കുന്ന വഴികൾ ബാബിലോണിന്റെ വഴികളാണ്. കപടഭക്തിയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ധന സമ്പാദന രീതികളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളും. എനിക്ക് എൻ്റെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി അകലം കീപ്പ് ചെയ്യണം. ഇസ്രായേൽ ജെറുസലം അവിശ്വസ്തയായത് എങ്ങനെയാണ്? ഇടകലർന്നാണ് അവിശ്വസ്തയായത്. ആ ഒരു സ്ഥിതി എനിക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു വചനമാണ് 2 കൊറിന്തോസ് 6:14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്തു യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. അതൊക്കെ നടക്കുന്നത് സ്പിരിച്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ്. ഏഷ്യ 52:11 പോകുവിൻ പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ, അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിന്റെ വാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകലുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എഫേഷ്യൻസ് 5:3-5, ജെയിംസ് 4:4, 1 John 2:15 and 16. 1 John 2:15 and 16. ഈ ഡിപ്പാർട്ടിംഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവോയ്ഡിങ് സെക്യുലർ വേൾഡ് വ്യൂ. 2 മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ്. ലോകത്തിൽ പല പല സാധനങ്ങൾ നമ്മൾ കാണും. അത് മുഴുവൻ എൻ്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളതൊന്നല്ല. ചിലത് ഒരു ഉപദ്രവം തോന്നൂല, എന്നാലും ആത്മീയ ജീവിതത്തിന് ഉപകാരപ്രദമല്ലാത്തത് കൊണ്ട് അത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതിനൊരു വചനം എടുക്കാം. ലൂക്ക 21:34. മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. ഇതാണ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂ. അവിടെ എന്താണ്? മദ്യാസക്തി ഉണ്ട്, സുഖലോലുപതി ഉണ്ട്, ജീവിത വ്യഗ്രതയുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? മനസ്സ് ദുർബലമാവുകയും പെട്ടെന്ന് ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യും. ബാബിലോൺ എന്താണ് ചെയ്തത്? ബാബിലോൺ ഡിസ്ട്രോയിഡ് ദ earthly temple. Jerusalem destroyed the true temple. Jerusalem will now face as Babylon did. ഇത് ഹിസ്റ്ററിയാണ്. ബാബിലോൺ earthly ടെമ്പിളിനെ നശിപ്പിച്ചു. ദൈവം മനുഷ്യന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപം മൂലം ആ ഒരു കാര്യം മനുഷ്യൻ ഇല്ലാതെയാക്കി. പിന്നെ ദൈവം മോശയോടുള്ള ഉടമ്പടി വഴിയായിട്ട് പോർട്ടബിൾ ആയിട്ട് ടെമ്പിൾ ഉണ്ടാക്കി. അതാണ് കൂടാരമായിട്ട് വരുന്നത്. സോളമന്റെ കാലത്ത് അതൊരു ടെമ്പിളായി മാറി.
ആ ടെമ്പിളിലേക്ക് വരികയും ദൈവത്തോട് ആക്സസ് ചെയ്യുന്ന കാര്യത്തെയാണ് ബാബിലോൺ നശിപ്പിച്ചത്. ബാബിലോൺ അത് നശിപ്പിക്കുമ്പോൾ ദൈവത്തെയാണ് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ നിമ്രോദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ റിബില്യൻ എന്നാണ്. ആ റിബില്യസ് നേച്ചർ തന്നെയാണ് ഈ ബാബിലോണിൽ എന്നുള്ളത്. ഞാൻ ദൈവത്തിന്റെ ഒരു റിബലാണോ ദൈവത്തിന്റെ മകനാണോ എന്നുള്ളതാണ് ഞാൻ കൊടുക്കേണ്ട ഉത്തരം. ഇനി ഈ ഉടമ്പടിയുടെ വളർച്ചയായിട്ടാണ് വചനം മാംസമായത്. അത് കഴിഞ്ഞ് അവിടുന്നാണ് ദേവാലയം എന്ന് പറയുന്നത്. ഇനി യേശു മരിച്ചപ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മള്, അതുപോലെ നമ്മുടെ പ്രാദേശിക സഭ, സാർവത്രിക സഭ, ഈശോ സ്ഥാപിച്ച കത്തോലിക്ക സഭ, അതിൻ്റെ പ്രാദേശിക സഭ, പിന്നെ ഞാനാകുന്ന സഭ, ഈ മൂന്നിലും വസിക്കാനായിട്ട് അവിടുന്ന് വന്നു. ഈ വരവിനെ നിഷേധിക്കുന്ന ഇവര് ആദ്യം ആ പരിമിതമായ സ്ഥലത്ത് നശിപ്പിക്കപ്പെട്ടു. ഈ സന്ദേശം എന്നാലും പരിശുദ്ധാത്മാവിലൂടെ പിന്നെയുള്ള വിശുദ്ധരിലൂടെയും കുറേ കാലങ്ങൾ, ഇപ്പൊ 2000 വർഷമായല്ലോ, അതിലൂടെ വീണ്ടും അനുരഞ്ജനത്തിന് വേണ്ടി ദൈവം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം സ്വീകരിക്കാതെ മറുതലിച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അന്ന് ജെറുസലം എന്ന ആ ദൈവ ആലയമാണ് നശിപ്പിച്ചെങ്കിൽ ഇനി ഇങ്ങനെയുള്ളവരെ എല്ലാം അവസാനം ദൈവം എന്നേക്കുമായിട്ടും ഇല്ലാതാക്കും. അതിനെയാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അത് നടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പല ആവർത്തി ചാൻസ് തരുന്നത്. ആ സമയത്തൊക്കെ ദൈവത്തിനെ മറുതലിക്കുകയും ദൂഷണം പറയുകയാണെങ്കിൽ സോവറിനിറ്റി ഈസ് ദൈവത്തിന്റെ ഡിവൈൻ മേഴ്സിയുടെ വേറെ ഒരു ഫേസ് ആണ് നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോ അത് നടന്നിരിക്കും. അതാണ് ബാബിലോൺ ഡിസ്ട്രോയിഡ് ദ earthly temple, ജെറുസലം ഡിസ്ട്രോയിഡ് ദ ട്രൂ ടെമ്പിൾ, ജെറുസലം വിൽ നൗ ഫേസ് ആസ് ബാബിലോൺ ഡിഡ്. ഇത് ഹിസ്റ്റോറിക്കലായിട്ട് കഴിഞ്ഞു. പുതിയ ഉടമ്പടിയിൽ ഇങ്ങനെ ജീവിച്ച് 2000 വർഷം കഴിഞ്ഞു, ഇനിയും കുറെ കാലം ഇങ്ങനെ പോകുന്നു. ആ സമയത്തും ഇതിനെ സ്വീകരിക്കാതെ ഈ അടയാളങ്ങളെല്ലാം ഉണ്ടായിട്ട് അനുദപിക്കാതെ വരുമ്പോ അവസാനം ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. അതില് ഈ പറഞ്ഞ ആരും തന്നെ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കണ്ടംപററി ബാബിലോൺ എന്ന് പറയുന്നത് ജീസസിന്റെ ആറ്റിറ്റ്യൂഡ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ജീസസിന്റെ ആറ്റിറ്റ്യൂഡ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ജീസസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൂടുതൽ അറിയണം. പക്ഷെ ഇന്ന് ലോകം അറിയാൻ ആഗ്രഹിക്കുന്നത് ബാബിലോൺ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് ദൈവവചനത്തിന് പകരമായിട്ട് ബാബിലോണിനോടാണ്. അപ്പോൾ എന്താണ് ഞാൻ ശ്രവിക്കുന്നത് അത് തന്നെ എൻ്റെ ചിന്തയായിട്ട് മാറും, എൻ്റെ ബോധ്യങ്ങളായി മാറും. ഞാൻ എന്താണ് സ്ഥിരമായിട്ട് കാണുന്നത്, കേൾക്കുന്നത്, ഇടപെടുന്നത്, അതെൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ നിന്ന് ദൂരം കീപ്പ് ചെയ്യാൻ പറയുന്നത്. 1 തിമോത്തി 5:22 2-ാം പാർട്ട്, ഡു നോട്ട് ഷെയർ ഇൻ അനദേഴ്സ് സിൻ, കീപ് യുവർ സെൽഫ് പ്യുവർ എന്ന് പറയുന്നുണ്ട്. അവിടെയും ഒരു കാര്യമുള്ളത്, ഈ കപടഭക്തിയായിട്ട് വരുന്ന കുറേ മനുഷ്യരെ നമ്മൾ ആത്മാവിൽ വിവേചിക്കണം. അവരെ ഒരിക്കലും നമ്മൾ കസേര ഇട്ട് കൊടുത്ത് സൽക്കരിക്കരുത്. ആത്മാവിൽ വളരണമെന്നുണ്ടെങ്കിൽ, ജ്ഞാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലൊന്നാണ് സമ്പത്തിന്റെ പുറകെ പോവാതിരിക്കുക, 2 സമ്മാനങ്ങളുടെ പുറകെ പോവാതിരിക്കുക, 3 സൽക്കാരങ്ങളുടെ പുറകെ പോവാതിരിക്കുക, സ്ഥാനമാനങ്ങളുടെ പുറകെ പോവാതിരിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് നിലനിൽക്കും. അല്ലാണ്ട് ഈ കപടഭക്തി ഓഫർ ചെയ്യുന്ന സോഫ്റ്റ്നെസ് ഒന്നല്ല റിയാലിറ്റി. അത് ഈ ലോകത്തിൽ തന്നെ അതിന്റെ കടം വീട്ടിട്ട് തന്നെ എല്ലാം പോവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കാര്യത്തിനെ കുറിച്ച് ഇനി നമുക്ക് വെളിപാട് 18-ലെ 23-ഉം 24-ഉം വായിക്കാം. ഒരു ദീപവും
ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. ആ നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. ഇവിടെ ഇവർക്ക് ഉള്ള വലിയൊരു ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് എന്തിനാണെന്നറിയോ? ഇവര് സ്വയം പാപം ചെയ്തു എന്ന് മാത്രല്ല, മറ്റുള്ളവരെയും പാപത്തിലേക്ക് ആനയിച്ചു എന്നുള്ളതാണ്. ഈ കാര്യത്തില് ദൈവം വളരെ സീരിയസ് ആണ്. സ്വയം പാപം ചെയ്ത് അനുദപിക്കുന്നത് ഒരു കാര്യം, മറ്റുള്ളവരെ പാപത്തിലേക്ക് വലിച്ചെറിക്കുന്നത് അത് പ്രത്യേകിച്ച് അന്യദൈവങ്ങളുടെ പുറകെ പോകാൻ അവരെ പ്രേരിപ്പിച്ചെങ്കിൽ അവര് കുറേയേറെ ദൈവത്തിനോട് കരുണ ചോദിക്കേണ്ടി വരും. ദൈവം ക്ഷമിക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിനെ അവര് അതുമാതിരി വില കൊടുക്കേണ്ടി വരും. അത് ഈസി ആയിട്ട് അതിൽ നിന്ന് തലൂരി പോരാൻ പറ്റില്ലാന്ന്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ബാബിലോൺ വരുത്തി വെക്കുന്ന കുരുക്ക്. ഒന്നാമത്തത് ആത്മീയമായ കപടത, രണ്ടാമത്തത് അത് ഒരു ധനലാഭത്തിന്റെ ഒരു മാർഗം, ഇനി ഉള്ള ധനം കൈകാര്യം ചെയ്യുന്ന വിധം, പിന്നെ ധനം വരുത്തുന്ന ഒരു തരം മിഥ്യാബോധം. ഇതൊക്കെയാണ് നിന്ന് മാറണമെങ്കിൽ കൃത്യമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അപ്പോഴാണ് ദൈവ കൃപ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ വരൊക്കെ ഉണ്ടാവാം, പക്ഷെ കൃപ ഉണ്ടാവണമെന്നില്ല. അതിനെ കുറിച്ചാണ് പുറപ്പാടിന്റെ പുസ്തകം 33:16 ഒരു വചനം പറയുന്നുണ്ട്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. നമുക്കൊരു സ്പെഷ്യൽ കോൾ ഉണ്ട്. ജെറുസലത്തിന് ഒരു സ്പെഷ്യൽ കോൾ ഉണ്ട്. അതുപോലെ നമ്മളെ ദൈവം സൃഷ്ടിച്ച് വിശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെങ്കിൽ നമ്മൾ വില കൊടുക്കണം. വില കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ വെളിപാട് വെളിച്ചം തരുന്നത്.